മക്കളെ, ജെഇയുടെ അഥവാ ജോയിൻറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ്റെ സെഷൻ 2 ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. എന്താണ് അപ്ഡേറ്റ് എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് കറക്ഷൻ ഫെസിലിറ്റി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഡ്യൂറേഷൻ ഫോർ കറക്ഷൻ ഇൻ പർട്ടിക്കുലർ ഇത് ഈ സമയത്താണ്. അതായത് ഓൾറെഡി ജെഇയുടെ സെഷൻ 2 രജിസ്ട്രേഷൻ ഫെബ്രുവരി 25 വരെ ഉണ്ടാവും. ഫെബ്രുവരി 25 കൊണ്ട് രജിസ്ട്രേഷൻ കഴിയും. ഓക്കെ, രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം ഫെബ്രുവരി 27, 28 തീയതികളിൽ നിങ്ങൾക്ക് കറക്ഷൻ വരുത്താം. ആ കറക്ഷൻ വരുത്താനുള്ള സമയം നോക്കുക, 27, 28 തീയതികളിലാണ്. 28-ാം തീയതി രാത്രി 11:50 നിങ്ങൾക്ക് കറക്ഷൻ വരുത്താനുള്ള സാവകാശം അല്ലെങ്കിൽ സമയം കഴിയും. പിന്നെ നിങ്ങൾക്ക് കറക്ഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തൊക്കെ കറക്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ ഒരു അനക്സർ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടുത്ത പേജ് അനക്സറാണ്. അപ്പോൾ അനക്സറിൽ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റും, എന്തൊക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഈ വീഡിയോയുടെ ഒപ്പം കാണിക്കാം. ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ജെഇയുടെ സൈറ്റിലും അവൈലബിൾ ആണ്. ഞാനതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രം. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ലാസ്റ്റ് ഡേറ്റ് ഫോർ സബ്മിഷൻ ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോർ ജെഇ മെയിൻ 2026 സെഷൻ 2 ഈസ് 25 ഫെബ്രുവരി. ഫെബ്രുവരി 25-ാം തീയതി വരെയാണ് അപേക്ഷിക്കാനുള്ള സമയം. ആൻഡ് ദർ വിൽ ബി നോ ഫർദർ എക്സ്റ്റൻഷൻ ഓഫ് ഡേറ്റ്. എന്തായാലും അവർ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി അതിന് ശേഷമാണ് കറക്ഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഓൾറെഡി ഞാൻ പറഞ്ഞു 27, 28 തീയതികളിലാണ് കറക്ഷൻ ഉണ്ടാവുക. അതിൽ പറഞ്ഞിട്ടുണ്ട് ഇറ്റ് ഈസ് വൺ ടൈം ഫെസിലിറ്റി. ഒരൊറ്റ പ്രാവശ്യം നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റൂ. ഒരു പ്രാവശ്യം കറക്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ എന്തെങ്കിലും തെറ്റുണ്ട്, ഇത് പിന്നെയും കറക്റ്റ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെയില്ല. വൺസ് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാം. എന്തെങ്കിലുമൊക്കെ തെറ്റുകളുണ്ടോ എന്ന് ആദ്യം നോക്കുക. നിങ്ങൾ അപ്ലൈ ചെയ്തതിൻ്റെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ കൺഫർമേഷൻ പേജ് എടുത്ത് അതിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടോ എന്ന് നോക്കുക. അതെല്ലാം കൂടെ മാർക്ക് ചെയ്തിട്ട് ഒന്നിച്ച് ഒറ്റ ടൈമിലാണ് കറക്ഷൻ ചെയ്യേണ്ടത്. ഒരു പ്രാവശ്യം കറക്റ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു, പിന്നെ നിങ്ങൾക്ക് ചാൻസ് ഉണ്ടാവില്ല. ഇനി എന്തൊക്കെ കറക്റ്റ് ചെയ്യാമെന്നുള്ളത്, ആദ്യത്തേത് എക്സിസ്റ്റിംഗ് കാൻഡിഡേറ്റ്സിൻ്റെ കേസാണ്. ആരാണ് ഈ എക്സിസ്റ്റിംഗ് കാൻഡിഡേറ്റ് എന്ന് ചോദിച്ചാൽ, കാൻഡിഡേറ്റ്സ് ഹു ഹാവ് ഓൾറെഡി രജിസ്റ്റേർഡ് ഡ്യൂറിംഗ് ദ രജിസ്ട്രേഷൻ പീരീഡ് ഓഫ് ജെഇ മെയിൻ 2026 സെഷൻ 1. അതായത് സെഷൻ 1 രജിസ്റ്റർ ചെയ്ത കുട്ടി സെഷൻ 2 കൂടി ആഡ് ചെയ്യുമ്പോൾ, ഓൾറെഡി സെഷൻ 1 രജിസ്റ്റർ ചെയ്ത കുട്ടിയാണ്, എക്സാം എഴുതുകയോ എഴുതാതിരിക്കുകയോ ചെയ്യട്ടെ, സെഷൻ 1 രജിസ്റ്റർ ചെയ്ത കുട്ടിയാണ്. ആൻഡ് അപ്ലൈഡ് ഫോർ സെഷൻ 2, സെഷൻ 2 വേണ്ടി അപ്ലൈ ചെയ്തു. അപ്പോൾ ഇങ്ങനെ സെഷൻ 1 രജിസ്റ്റർ ചെയ്ത് സെഷൻ 2 കൂടി രജിസ്റ്റർ ചെയ്ത ഓൾറെഡി രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ്, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആർ അലൗഡ് ടു എഡിറ്റ് ഓർ മോഡിഫൈ. നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം, മോഡിഫൈ ചെയ്യാം. എന്തൊക്കെ? നിങ്ങൾക്ക് കോഴ്സ് എഡിറ്റ് ചെയ്യാം. നിങ്ങൾ BTech ആണ് കൊടുത്തത്, നിങ്ങൾക്ക് BR കൂടി കൊടുക്കണം, അല്ലെങ്കിൽ B പ്ലാനിങ് കൊടുക്കണം, അല്ലെങ്കിൽ B പ്ലാനിങ് ഒഴിവാക്കണം, ഒക്കെ ചെയ്യാം. എന്ത് വേണമെങ്കിലും അവിടെ ചെയ്യാം. മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ, നിങ്ങൾക്ക് ബൈലിംഗ്വൽ ക്വസ്റ്റ്യൻ, ഇംഗ്ലീഷ് മലയാളം ചൂസ് ചെയ്യാം, ഇംഗ്ലീഷ് ഓൺലി ചൂസ് ചെയ്യാം, അതൊക്കെ മാറ്റാം. സ്റ്റേറ്റ് കോഡ് ഓഫ് എലിജിബിലിറ്റി, സ്റ്റേറ്റ് മാറ്റാം. എക്സാമിനേഷൻ സിറ്റീസ് ആസ് പെർ ദ അവൈലബിൾ ഓപ്ഷൻ. എന്താ ഈ ആസ് പെർ ദ അവൈലബിൾ ഓപ്ഷൻ എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് എക്സാം സിറ്റീസ് കൊടുക്കാൻ പറ്റുക നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സിൻ്റെ പേരിലോ അല്ലെങ്കിൽ പ്രസൻറ്റ് അഡ്രസ്സിൻ്റെ പേരിലോ ആണ്. നിങ്ങൾക്ക് പെർമനൻറ്റ് അഡ്രസ്സോ പ്രസൻറ്റ് അഡ്രസ്സോ ഉള്ള സ്റ്റേറ്റുകളിൽ മാത്രമാണ് നിങ്ങൾക്ക് എക്സാം സിറ്റി കൊടുക്കാൻ പറ്റുക. അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ വേണമെങ്കിൽ മാറ്റാം. ഇപ്പോൾ കോഴിക്കോടാണ് കൊടുത്തത്, നിങ്ങൾക്ക് വേണമെങ്കിൽ മലപ്പുറം കൊടുക്കുക, അതൊക്കെ മാറ്റാം. ദെൻ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ്, 10th +2 ഡീറ്റെയിൽസ് മാറ്റാം. ജെൻഡർ മാറ്റി അറിയാതെ കൊടുത്തിട്ടുണ്ടെങ്കിൽ മാറ്റാം. കാറ്റഗറി കൊടുക്കാൻ വിട്ടുപോയെങ്കിൽ മാറ്റാം, കൊടുത്തത് മാറിയെങ്കിൽ മാറ്റാം. ഇനി ഇതൊക്കെ ചെയ്താൽ ഫീ പേയ്മെൻറ്റ് അത് അപ്ലിക്കബിൾ ആണെങ്കിൽ മാത്രം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ BTech കൊടുത്തു, BR കൂടി കൊടുത്തു, അപ്പോൾ ഫീസ് അഡീഷണലി കൊടുക്കണം. അല്ലെങ്കിൽ B പ്ലാനിങ് ആഡ് ചെയ്തു, ഫീസ് അഡീഷണലി കൊടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ BTech, BRക്ക് B പ്ലാനിങ് ഒക്കെ കൊടുത്തു, എല്ലാത്തിനും ഫീസ് അടച്ചു. ഇപ്പോൾ നിങ്ങൾ തീരുമാനിക്കുകയാണ് BRക്കും B പ്ലാനിങ്ങും വേണ്ട. വൺസ് നിങ്ങൾ അടച്ചത് തിരിച്ച് കിട്ടൂല. നിങ്ങൾ എക്സ്ട്രാ ആണ് അടച്ചിരിക്കുന്നതെങ്കിൽ ഇങ്ങോട്ട് കിട്ടൂല. നിങ്ങൾ കുറവാണ് അടച്ചിരിക്കുന്നതെങ്കിൽ അങ്ങോട്ട് കൊടുക്കണം എന്ന് മാത്രം. റെഡി. അടുത്തത് ഐഡൻറ്റിറ്റി ഡീറ്റെയിൽസ്. ഈ ഐഡൻറ്റിറ്റി ഡീറ്റെയിൽസ് തിരുത്താം. ആർക്ക് മാത്രം? ഓൺലി ഫോർ കാൻഡിഡേറ്റ്സ് ഹൂ രജിസ്റ്റേർഡ് വിത്ത് ഐഡൻറ്റിറ്റി അതർ ദാൻ ആധാർ. അതായത് ആധാർ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്തവർക്ക് നിങ്ങളുടെ ഐഡൻറ്റിറ്റി ഡീറ്റെയിൽ മാറ്റാൻ പറ്റൂല. കാരണം ഓൾറെഡി ആധാറിലെ ഡീറ്റെയിൽസ് അവിടെ അവൈലബിൾ ആയതുകൊണ്ട് നിങ്ങളുടെ ബാക്കി ഡീറ്റെയിൽസ് കൊടുക്കേണ്ടി വരുന്നില്ല. കാരണം ആധാറിൻ്റെ ഡീറ്റെയിൽ അതിൽ തന്നെ ഡിസ്പ്ലേ ആവും. ആധാർ അല്ലാതെ എന്തെങ്കിലും കൊടുത്തവർക്ക് മാത്രം വേണമെങ്കിൽ ആധാർ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ആധാർ കൊടുത്തവർ കഴിഞ്ഞു, നിങ്ങൾക്ക് അതിൽ ചാൻസ് ഇല്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, കറക്ഷൻ ഇൻ ദീസ് ഫീൽഡ് വിൽ ബി ആപ്ലിക്കബിൾ ഓൺലി ആഫ്റ്റർ പേയ്മെൻറ്റ് ഓഫ് ആൻ അഡീഷണൽ ഫീ ഇഫ് എനി. അപേക്ഷിക്കുന്ന ഫീസ് അല്ലെങ്കിൽ അപേക്ഷിക്കാനുള്ള ഫീസ് ആപ്ലിക്കബിൾ ആണെങ്കിൽ മാത്രം. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഈ കോഴ്സൊക്കെ മാറ്റിയാൽ നിങ്ങൾ എന്തായാലും ഫീ അടയ്ക്കേണ്ടി വരും. ഇനി നിങ്ങൾ ജസ്റ്റ് ഈ സ്റ്റേറ്റ് ഓഫ് എലിജിബിലിറ്റി മാത്രമാണ് മാറ്റിയത്, ഫീ അടയ്ക്കേണ്ടതില്ല. നിങ്ങൾ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിൽ തിരുത്താണ് വരുത്തിയത്, ഫീസ് അടയ്ക്കേണ്ടതില്ല. അങ്ങനെയുള്ള കേസിൽ ഫീസ് ഇല്ല. ഇനി ഫീസ് അപ്ലിക്കബിൾ ആവുന്ന കേസുകളിൽ മാത്രം അത് അവിടെ ഡിസ്പ്ലേ ഉണ്ടാവും, ആ അഡീഷണൽ ഫീ കൂടി അടയ്ക്കേണ്ടി വരും. അടുത്തത് ഫോർ ന്യൂ കാൻഡിഡേറ്റ്. ആരാ ഈ ന്യൂ കാൻഡിഡേറ്റ് എന്ന് ചോദിച്ചാൽ, സെഷൻ 1 അപ്ലൈ ചെയ്യാത്ത കുട്ടി, സെഷൻ 2 മാത്രമായിട്ട് ഫ്രഷ് രജിസ്ട്രേഷൻ ചെയ്ത കുട്ടിക്കാണ് ഇത് ബാധകം. അവർക്ക് എന്തൊക്കെ ചെയ്യാം?
അതിൽ ആദ്യം നോക്കുക, ഷാൽ നോട്ട് ബി അലൗഡ് ടു ചേഞ്ച്. ഇതൊന്നും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. എന്ത് പറ്റില്ല? നിങ്ങൾ കൊടുത്ത മൊബൈൽ നമ്പർ മാറ്റാൻ പറ്റില്ല, നിങ്ങൾ കൊടുത്ത ഇമെയിൽ അഡ്രസ്സ് മാറ്റാൻ പറ്റൂല, നിങ്ങളുടെ പ്രസൻറ്റോ പെർമനൻറ്റ് അഡ്രസ്സോ മാറ്റാൻ പറ്റൂല, നിങ്ങളുടെ എമർജൻസി കോൺടാക്ട് ഡീറ്റെയിൽ പറ്റൂല, നിങ്ങളുടെ ലൈവ് ഫോട്ടോയോ അപ്ലോഡഡ് ഫോട്ടോയോ ഒന്നും മാറ്റാൻ പറ്റൂല. ഈ പറയുന്നതൊന്നും നിങ്ങൾക്ക് മാറ്റാൻ പറ്റൂല. അടുത്തത്, കാൻഡിഡേറ്റ്സ് ഷാൽ ബി അലൗഡ് ടു ചേഞ്ച് എനിവൺ. ഏതെങ്കിലും ഒന്ന് മാറ്റാം. എന്താ? ഒന്നുകിൽ കുട്ടിയുടെ പേരിൽ തിരുത്തുണ്ടെങ്കിൽ മാറ്റാം, കുട്ടിയുടെ അച്ഛൻ്റെ പേരിൽ തിരുത്തുണ്ടെങ്കിൽ മാറ്റാം, അല്ലെങ്കിൽ അമ്മയുടെ പേരിൽ തിരുത്തുണ്ടെങ്കിൽ മാറ്റാം. ഇതിലേതെങ്കിലും ഒന്ന് മാറ്റാം. എനിവൺ, ഏതെങ്കിലും ഒന്ന്, എല്ലാം കൂടെ പറ്റൂല. ഇനി കാൻഡിഡേറ്റ്സ് ഷാൽ ബി അലൗഡ് ടു ചേഞ്ച് ഓൾ ദ ഫോളോവിങ്. ഇതെല്ലാം മാറ്റാം. ഏതൊക്കെ? നിങ്ങൾക്ക് 10th +2 ഡീറ്റെയിൽസിൽ എന്തെങ്കിലും മാറ്റാനുണ്ടെങ്കിൽ മാറ്റാം, സ്റ്റേറ്റ് ഓഫ് എലിജിബിലിറ്റി മാറ്റാം, ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റിപ്പോയെങ്കിൽ മാറ്റി കൊടുക്കാം, ജെൻഡർ അറിയാതെ മാറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ മാറ്റാം, കാറ്റഗറി ആഡ് ചെയ്യാൻ വിട്ടുപോയെങ്കിൽ കൊടുക്കാം, സബ് കാറ്റഗറി ഫിസിക്കൽ ഡിസബിലിറ്റിയോ മറ്റോ ഉണ്ടെങ്കിൽ അത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, UDID കാർഡ് കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കാം, ഒക്കെ ചെയ്യാം. ദെൻ സിഗ്നേച്ചർ നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ മാറ്റാം, പേപ്പർ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, ഇതൊക്കെ ചെയ്യാം. ഇതൊക്കെ ബാധകമാണ്. ദെൻ കാൻഡിഡേറ്റ്സ് ഷാൽ ബി അലൗഡ് ടു ചേഞ്ച് ദ ഫോളോവിങ് ബേസ്ഡ് ഓൺ ദെയർ പെർമനൻറ്റ് ആൻഡ് പ്രസൻറ്റ് അഡ്രസ്. അതായത് പെർമനൻറ്റ് അല്ലെങ്കിൽ പ്രസൻറ്റ് അഡ്രസ്സിനനുസരിച്ച് മാത്രം നിങ്ങൾക്ക് എക്സാം സിറ്റി മാറ്റാം, മീഡിയം ഓഫ് എക്സാം മാറ്റാം. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, കേരളത്തിലോ ലക്ഷദ്വീപിലോ ഒക്കെ ആണെങ്കിൽ മാത്രമാണ് ഈ ഇംഗ്ലീഷും മലയാളവും കിട്ടുക. ബാക്കിയുള്ളിടത്ത് ഇംഗ്ലീഷ് നിങ്ങൾക്ക് ബൈലിംഗ്വൽ ക്വസ്റ്റ്യൻസിൽ മലയാളം കിട്ടില്ല. ഇംഗ്ലീഷ് ചൂസ് ചെയ്യുന്നവർക്ക് അവരുടെ അഡ്രസ്സ് അനുസരിച്ച് എവിടെയും കിട്ടും. പക്ഷേ നിങ്ങൾ ഇംഗ്ലീഷ് മലയാളം ചൂസ് ചെയ്താൽ നിങ്ങൾക്ക് പേഴ്സണൽ അഡ്രസ്സോ പെർമനൻറ്റ് അഡ്രസ്സോ ഏതെങ്കിലും ഒന്ന് ഇപ്പോൾ പുറത്ത് കേരളത്തിന് പുറത്തുണ്ടെങ്കിൽ പോലും കിട്ടില്ല എന്നർത്ഥം. ഓക്കെ, അതുകൊണ്ട് ഇതൊക്കെ എന്തിൻ്റെ ബേസിലാണ്? ബേസ്ഡ് ഓൺ പെർമനൻറ്റ് ഓർ പ്രസൻറ്റ് അഡ്രസ്സിൻ്റെ ബേസിലാണ്. ഓക്കെ, ദെൻ കാൻഡിഡേറ്റ്സ് ഷാൽ ബി അലൗഡ് ടു ചേഞ്ച് ദെയർ ഐഡൻറ്റിറ്റി ഡീറ്റെയിൽ. ഐഡൻറ്റിറ്റി ഡീറ്റെയിൽ മാറ്റാം. ആർക്ക് മാത്രം? നേരത്തെ പറഞ്ഞതുപോലെ ഓൺലി ഫോർ കാൻഡിഡേറ്റ്സ് ഹൂ രജിസ്റ്റേർഡ് വിത്ത് ഐഡൻറ്റിറ്റി അതർ ദാൻ ആധാർ. ആധാർ ഒഴികെയുള്ള ഏതെങ്കിലും ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മാറ്റാം. ആധാറാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ അത് മാറ്റാൻ പറ്റൂല എന്ന് മാത്രം. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചിട്ടുണ്ട്, ഇഫ് ദർ ഈസ് ആൻ ഇമ്പാക്ട് ഓൺ ദ ഫീയിൽ എന്തെങ്കിലും അഡീഷണൽ നിങ്ങൾ കൊടുക്കേണ്ടി വന്നാൽ ദെൻ ദ അഡീഷണൽ ഫീ വിൽ ബി ചാർജ്ഡ് ആസ് ആപ്ലിക്കബിൾ. അത് നിങ്ങൾ പേ ചെയ്യണം. അത് ആ കാണിക്കുന്ന ഡിസ്പ്ലേ കാണിക്കുന്നത് എത്രയാണോ അത് അടയ്ക്കേണ്ടി വരും. ഹൗവർ ഇൻ എനി കേസ് ദ ഫീ വിൽ നോട്ട് ബി റീഇംബോഴ്സ്ഡ്. അഡീഷണൽ നിങ്ങൾ ഓൾറെഡി കൊടുത്തു പോയിട്ടുണ്ടെങ്കിൽ അതൊന്നും തിരിച്ചു കിട്ടില്ല. ദെൻ കറക്ഷൻ ഇൻ ദീസ് ഫീൽഡ് വിൽ ബി ആപ്ലിക്കബിൾ ഓൺലി ആഫ്റ്റർ പേയ്മെൻറ്റ് ഓഫ് ആൻ അഡീഷണൽ ഫീ. നിങ്ങളിതെല്ലാം തിരുത്തു വരുത്തി അഡീഷണൽ ഫീ അടയ്ക്കേണ്ടതുണ്ട്. നിങ്ങൾ ആ ഫീ അടച്ചില്ല എന്ന് വിചാരിക്കുക, ആ കറക്ഷൻസ് ഒന്നും വാലിഡ് ആവില്ല, പഴയതുപോലെ തന്നെ കാണും, കറക്ഷൻസ് ഒന്നും അവിടെ വരില്ല. ദെൻ ദ ഓൺലി വൺ ടൈം കറക്ഷൻ വിൽ ബി അലൗഡ് ഫോർ ദ കാൻഡിഡേറ്റ്. വൺ ടൈം കറക്ഷനാണ്. വൺസ് ദ കറക്ഷൻസ് ആർ ഡൺ ആൻഡ് സബ്മിറ്റഡ്. കറക്ഷൻസ് എല്ലാം വരുത്തി വൺസ് നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ ദ ഫോം ഷാൽ ബി ഫ്രോസൺ. പിന്നെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം എല്ലാ കറക്ഷനും വരുത്തിയതിന് ശേഷമേ ഫൈനൽ സബ്മിറ്റ് കൊടുക്കാവൂ. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുകയും ചെയ്യാം. അപ്പോൾ ജെഇയുടെ കറക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ആ നോട്ടിഫിക്കേഷനിൽ വന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഒന്ന് സ്പീഡിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ മറ്റെന്തെങ്കിലും അപ്ഡേറ്റ് വരികയാണെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.